ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അതേപോലെ തന്നെ കേരള ബാങ്ക് തുടങ്ങിയിട്ടുള്ള എക്സാമുകൾക്ക് ബാങ്കിങ്ങിൽ നിന്നുള്ള ഒരു പാർട്ടാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ക്ലാസ് എല്ലാവരും കാണുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അപ്പോൾ ആദ്യത്തെ ഒരു വേർഡ് മീനിങ് ആണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ളത്. അപ്പം എന്താ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. എന്താ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഈസ് വെയർ ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ഹാവ് ദ ആക്സസ് ടു യൂസ് ആൻഡ് അഫോർഡബിൾ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് to meet their needs that were delivered responsible and sustained way. അതായത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്സസ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ടു എവരിബഡി, എല്ലാവരിലേക്കും, അതായത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലെ തന്നെ എല്ലാവരിലേക്കും ഫിനാൻഷ്യൽ സർവീസ് എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റീവുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് മെയിനായിട്ട് ബാങ്കിങ് സർവീസസ് എല്ലായിടത്തേക്കും, അതായത് എല്ലാവരിലേക്കും, ഇന്ത്യയിൽ മൊത്തം എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാ ആളുകൾക്കിടയിലേക്കും എത്തിക്കുക എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അതായത് അഫോർഡബിൾ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ടു മീറ്റ് ദെയർ നീഡ്സ് എന്നാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ച് നമ്മളൊക്കെ പറയാനുള്ളത്. അപ്പോൾ അത് നോക്കിക്കേ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് എൻഷുറിങ് ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസ് അറ്റ് ടൈംലി ആൻഡ് ആഡിക്വേറ്റ് ക്രെഡിറ്റ് were needed by vulnerable groups such as weaker section, low income group. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തിക്കുക. എങ്ങനെയാണ് എത്തിക്കേണ്ടത്? ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ടൈംലി ആഡിക്വേറ്റ് ക്രെഡിറ്റ് were needed by the vulnerable groups such as weaker section and low income groups. അതായത് ലോ ഇൻകം ഗ്രൂപ്പിലേക്കും വീക്കർ സെക്ഷനിലേക്കും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. So, the term financial inclusion has gained its importance since early 2000 as a result of identifying financial exclusion and its direct correlation between poverty according to the World Bank. So, നമ്മുടെ വേൾഡ് ബാങ്ക് കണക്കനുസരിച്ച് 2000 മുതലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷൻ, അതായത് ഈ വളനറബിൾ ആയിട്ടുള്ള ഈ റൂറൽ ഏരിയാസിനെയൊക്കെ നമ്മുടെ ഈ ഫിനാൻഷ്യൽ സർവീസസിൽ നിന്നും അല്ലെങ്കിൽ ഈ ബാങ്കിങ് ഏരിയാസൊക്കെ കവർ ചെയ്യാത്തത് കൊണ്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പോവേർട്ടി നേരിടുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2000 മുതൽ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ former United Nations Secretary General Kofi Annan on 29th December 2003 said, "The stark reality is the most poor people in the world still lack access to sustainable financial services, whether it is saving, credit or insurance." So, ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് യുണൈറ്റഡ് നാഷൻസ് സെക്രട്ടറിയാണ് ആദ്യമായിട്ട് സംസാരിച്ചിട്ടുള്ളത്, അതായത് കോഫി അന്നനാണ് സംസാരിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ദ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വാസ് യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 2005 ഇൻ ദ annual policy statement presented by Venugopal Reddy, the Governor Reserve Bank of India. സോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ, കാരണം നമ്മുടെ എക്സാമിലൊക്കെ JCIക്ക് ആയാലും കേരള ബാങ്കിനായാലും നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാകുമ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഏപ്രിൽ 2005 വൈ വേണുഗോപാൽ റെഡ്ഡി, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ആയിട്ടുള്ള വേണുഗോപാൽ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ ആനുവൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലാണ് എന്ത് ചെയ്തിരുന്നത്? ഈ ഒരു ആദ്യമായിട്ട് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. സോ പിന്നീട് എന്ത് ചെയ്തു? നമ്മുടെ ആർ ബി ഐ എന്ത് ചെയ്തു? ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2004
2004 എന്ത് അപ്പോയിൻമെൻറ്റ് ചെയ്തു? ഖാൻ കമ്മീഷനെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. 2004 ഈ ഒരു ഖാൻ കമ്മീഷനെ ഈ RBI എന്ത് ചെയ്തു? ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2004 അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള കമ്മീഷനാണ് ഖാൻ കമ്മീഷൻ. മറന്നു പോയത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി അപ്പോയിൻമെൻറ്റ് ചെയ്തത് RBI ആരെയാണ്? ഖാൻ കമ്മീഷനെയാണ്. സോ അദ്ദേഹം അത് ചെയ്തതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം 2005 RBI എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നോ ഫ്രിൽസ് അക്കൗണ്ട് തുടങ്ങുന്നു. എന്താ ഈ നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? അതായത് നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇപ്പം നമ്മൾ പല സ്ഥലത്തും പോയാൽ അറിയാം, ഈ ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ബാലൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആവശ്യമാണ്. വെദർ ഇറ്റ് മേ ബി 500 രൂപയാകാം അല്ലെങ്കിൽ 1000 രൂപയാകാം. പക്ഷേ ഖാൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം നമുക്ക് സീറോ ബാങ്ക് ബാലൻസിൽ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം നോ ഫ്രിൽസ് അക്കൗണ്ട് എന്തായാലും സീറോ ബാലൻസിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു റെക്കമെൻഡേഷൻ കൊടുത്തു. അപ്പോൾ അതെന്ത് ചെയ്തു? RBI ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഇൻ 2006 RBI എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ഇതേ റെക്കമെൻഡേഷൻ പ്രകാരം തന്നെ ബാങ്ക് കറസ്പോണ്ടിങ് സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നു. ബാങ്ക് കറസ്പോണ്ടിങ് സ്കീം അല്ലെങ്കിൽ എന്താ ബാങ്ക് കറസ്പോണ്ടിങ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഈ റൂറൽ ഏരിയാസിലും വളർന്നബിൾ ഏരിയാസിലും ഈ വീടുകളിൽ ഓരോ വീടുകളിലും ചെന്നിട്ട് ഈ ബാങ്കിങ് കറസ്പോണ്ടൻ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവരെ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻ്റോ അവിടെ തന്നെ അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയാണ് ബാങ്ക് കറസ്പോണ്ടൻ്റ്. അപ്പോൾ 2006 RBI എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ബാങ്ക് കറസ്പോണ്ടൻ്റ് സ്കീമും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി 2010 ഇതിൻ്റെ ഭാഗമായിട്ട് 2010 നോ KYC റിക്വയർമെൻറ്റ് പ്രകാരം RBI എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്? സ്മോൾ അക്കൗണ്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് KYC നോ യുവർ കസ്റ്റമർ KYC റിക്വയർമെൻറ്റ്സ് ആവശ്യമില്ല. അതേപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ് 12 മാസമാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. എന്നുകൂടി പറയാം. 2004 ഖാൻ കമ്മീഷനെ RBI അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം 2005 എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തു. നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ദ അക്കൗണ്ട് ക്യാൻ ഓപ്പൺ വിത്ത് ഇൻ ബാലൻസ്, സീറോ ബാലൻസ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇതേ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഫലമായിട്ട് 2006 RBI എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ബാങ്കിങ് കറസ്പോണ്ടൻ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബാങ്കിങ് കറസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാങ്കിലുള്ള ഏതെങ്കിലും കറസ്പോണ്ടൻ്റ് റൂറൽ ഏരിയാസിലുള്ള അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എത്തിപ്പെടാത്ത റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ വളർന്നബിൾ ഏരിയാസിലുള്ള വീടുകളിൽ പോയിട്ട് അവിടെ തന്നെ അവരൊക്കെ ബാങ്കിൻ്റെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാതെ അവിടെ തന്നെ അക്കൗണ്ട് തുടങ്ങി കൊടുക്കുന്ന രീതിയാണ് എന്താ പറയുന്നത്? ബാങ്ക് കറസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് 2010 എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്മോൾ അക്കൗണ്ടുകൾ തുടങ്ങുന്നു. എന്തിൻ്റെ വേണ്ടിയാണ് സ്മോൾ അക്കൗണ്ടുകൾ തുടങ്ങുന്നത്? സ്മോൾ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 12 മാസവും അതേപോലെ അതിന് എന്താവശ്യമില്ല? KYC റിക്വയർമെൻറ്റുകൾ നോ യുവർ കസ്റ്റമർ റിക്വയർമെൻറ്റുകൾ ആവശ്യമില്ല. പിന്നീട് 2011 എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ RBI എന്ത് ചെയ്യുന്നു? 25% ന്യൂ ബ്രാഞ്ചസ് ഇൻ ദ റൂറൽ ഏരിയാസ്, അൺബാങ്ക്ഡ് ഏരിയാസിലും അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലും 25% ബാങ്ക്, അതായത് നമ്മളൊരു ബാങ്ക് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ബ്രാഞ്ചുകൾ 25% ബ്രാഞ്ചസ് എന്ത് വേണം? റൂറൽ ഏരിയാസിൽ കവർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് 2012 എന്താ സംഭവിച്ചത്? 2012 ഈ നമ്മൾ നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ തുടങ്ങി. എപ്പോഴാണ് നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്തത്? 2005 നമ്മൾ നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ തുടങ്ങി. ആ നോ ഫ്രിൽസ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ എന്തില്ല? ഓപ്പണിംഗ് ബാലൻസ്, സീറോ ബാലൻസ് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈറ്റിൽ നോ ഫ്രിൽസ് അക്കൗണ്ട് എന്നുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് BSBDAയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. BSBDA ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ബേസിക്
സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് RBI സംഘടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. 2004 ഖാൻ കമ്മീഷൻ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. 2005 ഖാൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ തുടങ്ങുന്നു. 2006 എന്ത് ചെയ്യുന്നു, ബാങ്കിങ് കറസ്പോണ്ടൻറ്റ് നിയമിക്കുന്നു. പിന്നീട് 4 വർഷം കഴിഞ്ഞ്, അങ്ങനെ ഓർത്ത് വെക്കുക, പിന്നീട് 4 വർഷം കഴിഞ്ഞ് 2010 എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ അക്കൗണ്ടുകൾ, KYC റിക്വയർമെൻറ്റ് ഇല്ലാതെ സ്മോൾ അക്കൗണ്ടുകൾ തുടങ്ങുന്നു. ആസ് എ റിസൾട്ട് ഇതെന്ത് ചെയ്യുന്നു, അതിൻ്റെ പിന്നീട് 2011 25% ന്യൂ ബ്രാഞ്ചസ് ഒരു റൂറൽ ഏരിയയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയുന്നു. 2012 RBI എന്ത് ചെയ്യുന്നു, ഈ നോ ഫ്രിൽസ് അക്കൗണ്ടുകളിലെ BSBD അക്കൗണ്ടുകളാക്കിയിട്ട് മാറ്റുന്നു. ഇതാണ് RBIയുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്, പുതുച്ചേരി, മംഗലം, തമിഴ്നാട്, പുതുച്ചേരിയിലുള്ള മംഗലം എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഫസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ വെയർ ഓൾ ഹൗസ് ഹോൾഡ് വെയർ പ്രൊവൈഡഡ് വിത്ത് ബാങ്കിങ് ഫെസിലിറ്റി. അതായത് തമിഴ്നാട്ടിലുള്ള മംഗലം, എക്സ്പെഷ്യലി അത് എഴുതുന്നത് പുതുച്ചേരിയിലാണ്. അപ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ അതായത് ആദ്യത്തെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വില്ലേജ്, എല്ലാ വില്ലേജ് ഏരിയയിലുള്ള എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് വില്ലേജാണ് പുതുച്ചേരിയിലുള്ള മംഗലം എന്ന് പറയുന്നത്. പിന്നീട് എന്തെയ്തു, ഈ പുതുച്ചേരി അതേപോലെ ഹിമാചൽ പ്രദേശ്, കേരള തുടങ്ങിയിട്ടുള്ളവർ 100% ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടത്തിയിട്ടുള്ള രാജ്യങ്ങളാണ്. പിന്നീട് ഇതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് എന്ന് പറയുന്ന ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് പ്രധാനമന്ത്രി ജൻധൻ യോജന, അടൽ പെൻഷൻ യോജന, പ്രധാനമന്ത്രി വയവന്ദന യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീംസ്, പ്രധാനമന്ത്രി മുദ്ര യോജന, അതേപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, സുകന്യ സമൃദ്ധി യോജന, ജീവൻ സുരക്ഷാ ബന്ധന യോജന, ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, വെഞ്ചർ ക്യാപിറ്റൽ സ്കീം, വരിഷ്ഠ പെൻഷൻ ബീമാ യോജന തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ നമ്മുടെ നബാർഡും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ നബാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലാപ്പ് എന്ന് പറയും, അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാം, ഫിനാൻഷ്യൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാം, അല്ലെങ്കിൽ അതിനെന്താ പറയുക, നമ്മൾ ഫ്ലാപ്പ് എന്ന് പറയും. ഫിനാൻഷ്യൽ ലിറ്ററസി അവയർനെസ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേയും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നാഫിസ് എന്ന് പറയുന്നത്, നാഷണൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ. നാഷണൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ അല്ലെങ്കിൽ നാഫിസ് എന്ന് പറയും, നാഷണൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സർവേ 2016-2017 എന്ന് ചെയ്തിട്ടുണ്ട്, ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ കുറിച്ചിട്ട് ഓർത്തിരിക്കുക. ചെറിയൊരു ടോപ്പിക്കാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ അൺബാങ്ക്ഡ് ഏരിയസിൽ, വളനറബിൾ ഏരിയാസിലൊക്കെ ബാങ്കിങ് സർവീസുകൾ എത്തിക്കുക എന്ന് പറയുന്നതാണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ആദ്യമായിട്ട് അത് എന്താണ്, ഇന്ത്യയുടെ നമ്മൾ തുടങ്ങുമ്പോൾ ഖാൻ കമ്മീഷനെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രകാരം അത് തുടങ്ങി. ആദ്യം നോ ഫ്രിൽസ് അക്കൗണ്ടുകൾ 2005 തുടങ്ങുന്നു. 2006 എന്ന് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് എന്താണ് ബാങ്കിങ് കറസ്പോണ്ടൻറ്റ് തുടങ്ങുന്നു. 2010 പിന്നീട് നോ KYC റിക്വയർമെൻറ്റ് പ്രകാരം സ്മോൾ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നു. 2011 25% ബാങ്ക് അക്കൗണ്ട് പിന്നീട് BSBD അക്കൗണ്ട് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ മംഗലം, പുതുച്ചേരിനെ കുറിച്ച് ഓർത്തുക. നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഓർത്ത് വെക്കുക. സോ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.